കുമാർ, വലിയ രീതിയിലുള്ള ആരോപണം ശ്രീ വെങ്കിടാചലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, ആ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഇതിനൊരു ബാലൻസിങ് നടക്കുകയില്ല. ഇതൊരു ബാലൻസിങ് സുരക്ഷ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ബാലൻസിങ് നടക്കുകയില്ല. കാരണം അത്തരം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഫയർ വർക്ക്സ് ആണ്, വെടിമരുന്ന് പ്രയോഗമാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ്. ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? എല്ലാ പൂര കമ്മിറ്റിക്കാരെയും ഒരുപോലെ കാണരുത്. സുരക്ഷയെ നന്നായി സ്നേഹിച്ചുകൊണ്ട്, സുരക്ഷ മുഴുവൻ പാലിച്ചുകൊണ്ടും, ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും നടക്കുന്ന കമ്മിറ്റിക്കാരും ഈ നാട്ടിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മ വേണം. പിന്നെ ഒരു വ്യക്തിയുടെ അഭിപ്രായം അത് ശരിയാണ്. സമൂഹത്തിന്റെയും ഒരു ജനതയുടെയും ഒരു ദേശത്തിന്റെയും അഭിപ്രായത്തിനു കൂടി വില കൊടുക്കപ്പെട്ട നിയമവശങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളായില്ല. പക്ഷെ അത് മാത്രമാണ് ശരി എന്നുള്ളൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്തെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം നേരത്തെ പറഞ്ഞു 5000 കിലോന്റെ എക്സ്പ്ലോസീവ് സ്റ്റോറേജ് ലൈസൻസ് തൃശ്ശൂർ പൂരത്തിനുണ്ട്. ഉത്രാളിക്കാവ് പൂരത്തിന് 2000 കിലോന്റെ ജോയിന്റ് എക്സ്പ്ലോസീവ് കൺട്രോളർ ഓഫ് ചെന്നൈ നൽകിയിട്ടുള്ള നമുക്ക് സ്റ്റോറേജ് ലൈസൻസ് ഉള്ളതാണ്. അപ്പോ പിന്നെ ഉത്സവങ്ങളൊക്കെ നടന്നു പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ജനതയുടെയും ഒരു നാട്ടിന്റെയും ഒരു സമൂഹത്തിന്റെയും ആവശ്യം കൂടിയാണല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനോട് വളരെയധികം യോജിക്കുന്നു. സുരക്ഷ അത് 100% പാലിക്കേണ്ടതാണ്. പിന്നെ സ്പെക്ടേറ്റേഴ്സിന്റെ ഒരു ദൂരപരിധി 200 എന്ന് പറഞ്ഞത് ശരിയല്ല, അത് 100 അതിന്റെ സ്പെക്ടേറ്റേഴ്സിന്റെ ദൂരപരിധി. ഹോസ്പിറ്റലും സ്കൂളുകളാണ് 250 മീറ്റർ പാടില്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ കുറെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു നിയമത്തിന്റെ നെഗറ്റീവ് സൈഡുകൾ മാത്രം എടുക്കാതെ കുറച്ച് പോസിറ്റീവ് സൈഡുകളും കൂടി എടുത്തുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇതൊക്കെ പണ്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ്. ഇപ്പൊ നമ്മൾ കുത്രളിക്കാവിലൊക്കെ കൊയ്ത്തുത്സവങ്ങളാണ് ഈ കുംഭം, മീനം, മേടം മാസങ്ങളിൽ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള സമയങ്ങളാണ്. ഈ ചൂടിൽ എക്സ്പ്ലോഷന്റെ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കെമിക്കൽസിന്റെ ക്വാളിറ്റിയെ കുറിച്ചും നമ്മൾ ആശങ്കയുണ്ട്. അപ്പോൾ വളരെ സുരക്ഷയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും കമ്മിറ്റിക്കാരും വെടിക്കെട്ടിന്റെ കരാറുകാരനും കൂടി യോജിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വളരെയധികം മാനിച്ചുകൊണ്ട് നിന്നാൽ ഒരു പരിധി വരെയൊക്കെ അല്ല, അത്തരം ആ ചർച്ചകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ ജാഗ്രതാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നാണ് പരാതി. ഇതൊരു വികാരത്തെ മാനിക്കാതിരിക്കലല്ല, ഉത്സവങ്ങളിൽ നിന്ന് ഇത് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ജനങ്ങൾ അംഗീകരിക്കില്ല. ഇതെല്ലാം സമ്മതിക്കുമ്പോഴും ഇതിനകത്തൊരു ബാലൻസിങ് സാധ്യമല്ല സുരക്ഷയുമായി നോക്കുമ്പോൾ എന്ന് പറയുന്നിടത്ത് അതിലൊരു പോയിന്റ് ഇല്ലേ? അതിനെ കുറിച്ചൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സുരക്ഷയെ കുറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആണ് ആദ്യത്തെ പ്രാധാന്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുരക്ഷ തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. കമ്മിറ്റിക്കാരും വെടിക്കെട്ട് ലൈസൻസിയും കൂടി സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ഇപ്പോഴത്തെ കാലാവസ്ഥ കൂടി കണക്കിലെടുത്ത്, ആ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നിരോധിതമല്ലാത്ത സാധനങ്ങൾ കൂടി ഉപയോഗിച്ച് നിയന്ത്രിതമായ രീതിയിൽ വെടിക്കെട്ട് നടത്തിയാൽ യാതൊരുവിധ അപകട സാധ്യതയില്ല. പിന്നെ അപകടം എന്ന് പറഞ്ഞാൽ അത് ഏത് സംഭവത്തിലും എപ്പോഴും ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അപകടം എന്ന് പറഞ്ഞ് മാത്രം നിന്നുകൊണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും നടക്കില്ലല്ലോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള, അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഏത് സംഗതി ചെയ്താലും അപകടം ഒരു പരിധി വരെ ഉണ്ടാവില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ